ആ സാറില്ലേ, അവനെ എനിക്കറിയാം. ടീച്ചറെ ഇന്ന് ടെസ്റ്റ് പേപ്പർ ഉണ്ട്, ടീച്ചറെ ഇന്നാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ്, ടീച്ചറെ ഹോംവർക്ക് ചെക്ക് ചെയ്തില്ല എന്നൊക്കെ ടീച്ചറെ ഓർമ്മിപ്പിക്കുന്ന ഒരു തെണ്ടി ഇല്ലേ, അവൻ വളർന്ന് വലുതായതാണ് ഈ ID കാർഡ് ഇട്ട ഡാഷ്. ഒന്നാമത് ഒരു വകതിരിവില്ലാത്ത ഒരുത്തരാണ് ആ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ആ സാറ് ചെയ്തത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അല്ലേ. ഓക്കെ, അദ്ദേഹം കോളേജിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തിയാണ്, റെപ്രസെന്റ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് മക്കളെ നീ എന്തെങ്കിലും കാണിക്കാൻ പറയാൻ പറ്റില്ല, അത് ഒന്നാമത്തെ കാര്യം. ഓക്കെ, പിന്നെ ആ ഒരു വീഡിയോ കണ്ടാലും നമുക്ക് മനസ്സിലാവും അതൊരു ശല്യം തന്നെയാണ്. ഓക്കെ, മോഡിഫിക്കേഷൻ പലതരത്തിലുണ്ട്. ഈ പൊതുജനത്തിന് ശല്യം ഉണ്ടാക്കാത്ത മോഡിഫിക്കേഷനും ഉണ്ട്, ഉണ്ടാക്കുന്ന മോഡിഫിക്കേഷനും ഉണ്ട്. അതിനകത്ത് ആ പൊതുശല്യം ഉണ്ടാവുന്ന മോഡിഫിക്കേഷൻ അതിനകത്ത് മുൻപന്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് എക്സോസ്റ്റ് മോഡിഫൈ ചെയ്യുന്നത്. ഓക്കെ, പൈപ്പ് കട്ട് ചെയ്യുന്നതൊക്കെ. കാരണം അത് പൊതുജനത്തിന് ശല്യം മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. അതിനകത്ത് ഒരു കലയും ഞാൻ കാണുന്നില്ല. ഒന്നാമത്തെ കാര്യം, പൊട്ടുന്ന പുളാൻ കൊള്ളുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് നീ മനസ്സിലാവുന്നില്ല. ഞാൻ ഇപ്പോൾ റോട്ടിലൊക്കെ പോകുന്ന സമയത്ത് പട്ടാളം സൗണ്ടൊക്കെ നമ്മൾ ഞെട്ടിയ മാത്രമാണ് ചെയ്യുന്നത്. അതിനകത്ത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് അപ്പൊ വെടിക്കെട്ട് നടത്തുന്നു, അത് നടത്തുന്നില്ല, ഇത് നടത്തുന്നില്ല. അതിപ്പോ ഒന്നാമത് നമ്മളത് എക്സ്പെക്ടഡ് ആണ്. പക്ഷേ ഈ റോട്ടിലൊക്കെ ഇങ്ങനെയുള്ള വണ്ടി ഇറക്കിയിട്ട് പൊട്ടിക്കുമ്പോൾ പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് നിങ്ങൾ ഇതിനകത്ത് എക്സ്പെക്ടഡ് അല്ലേ? ഇതിനകത്ത് എക്സ്പെക്ടഡ് ആണ്. പക്ഷേ ഇതിനകത്ത് എക്സ്പെക്ടഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നമുക്ക് പഴിയുണ്ട്. ഓക്കെ, കാറിൽ നിന്നൊക്കെ ഇത്രയും ശബ്ദം കാണാം. ഇതിനകത്ത് ആ വീഡിയോ കാണാൻ മനസ്സിലാവും. അവസാനമൊക്കെ ഒരു വോയിസ് ജെർക്കിങ് വരുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ നമുക്ക് ആ ഒരു നമ്മുടെ ഫോണിന്റെ അല്ലെങ്കിൽ ആ എടുത്ത മൈക്കിന്റെ സ്പീക്കറിന് താങ്ങാൻ പറ്റുന്നതിന് മുകളിലോട്ടുള്ള ശബ്ദമൊക്കെയാണ്. അതുകൊണ്ടാണ് ആ ഒരു പുരിച്ചിൽ വരുന്നത്. ഓക്കെ, നമ്മൾ അത് എക്സ്പെക്ടഡ് അല്ലാണ്ടാണ് കുറെ. അതാണ് ആ കുട്ടികൾ ചെയ്യും പൊറ്റിക്കൊണ്ട് ഓടി മാറുന്നതിന്റെ കാരണം അതാണ്. ഓക്കെ, അത് ഒരു രീതിയിൽ അതൊരു കലയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഈ സാധനത്തിനൊക്കെ ന്യായീകരിച്ചേക്കുന്ന രീതിയുണ്ട്. എന്നിട്ട് ആ അധ്യാപകനെ മലരാന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഉള്ള അവന്റെ ആ ഒരു ഇതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊക്കെ എന്നിട്ട് പറയും കേരളം 100% ലിറ്ററസി ഉള്ള നാടാണെന്ന് പറയും.